ജയേട്ടനെക്കുറിച്ച് ജയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഊഷ്മളമായ ഓർമ്മകൾ എനിക്കുണ്ട്. ഒരിക്കൽ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വരികയാണ് അദ്ദേഹത്തിൻ്റെ. ബിജി തിരക്കാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. തിരക്ക് ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് BTH വരൂ എന്ന് പറഞ്ഞു. BTH അദ്ദേഹം ഉണ്ടായിരുന്നു. BTH ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെറുതായിട്ട് വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ പത്രം എടുത്തു കാണിച്ചു. ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതിയൊരു ലേഖനം അന്നപൂർണ ദേവി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ കുറിച്ചുള്ളൊരു ലേഖനമാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം ഇമോഷണലായിട്ട് കരയുകയാണ്. അപ്പോൾ വിജയ് ഇത് കണ്ടോ, ഒരു ഒരു സംഗീതജ്ഞയുടെ ജീവിതം, ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു ചേട്ടനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന, അതായത് സംഗീതജ്ഞരോടും പ്യുവർ സംഗീതത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ ആരാധന പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അദ്ദേഹം പാട്ടിനെ പ്രേമിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കധികം ഉള്ളിലെടുത്താണ് അദ്ദേഹം പല പാട്ടുകളും കേൾക്കുകയും പഠിക്കുകയോ ചെയ്യുന്നത്. കാണാപ്പാടം പഠിക്കും. അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് ബിജി വർക്കില്ലല്ലോ, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് വിടുകയാണ്. ഒരു 10-15 മിനിറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാട്ടിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആലാപനത്തെക്കുറിച്ച് ഒരു പക്ഷേ അതിൻ്റെ ഇൻട്രിക്കസിയെക്കുറിച്ച്, ന്യൂവാൻസസിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ജയേട്ടൻ്റെ ഒരു എക്സ് ഫാക്ടർ, എന്താണ് മറ്റു പാട്ടുകാർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.